Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. 10ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള IT ക്വിസ് മത്സരത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ടീം അംഗങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുരേന്ദ്രൻ. ഞാൻ കൈറ്റ് കണ്ണൂരിലെ മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്റർ ആണ്. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. ഇന്നത്തെ ഈ മത്സരത്തിലേക്ക് എത്തിയിട്ടുള്ള 5 ടീമുകളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇതിന്റെ ശ്രോതാക്കളായിട്ടുള്ള ഈ വർഷം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് ആരംഭിക്കാം. ആദ്യം ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ. പാർവണ പ്രകാശ്. എന്റെ പേര് സാൻവിയ KP. ഞങ്ങൾ PRM കൊളലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വരുന്നു. ടീം ബി. ഞാൻ ദിയ അനുനന്ദ. നമ്മൾ GGVHSS ചെറുകുന്നിൽ നിന്ന് വരുന്നു. ടീം സി. മുഹമ്മദ് ഹംദാൻ കെ. മുഹമ്മദ് വിൽഷാദ് GHSS പുഴാതി സ്കൂളിലായിരുന്നു. ടീം ഡി. അനീവ രാജീവ്. ആശാപൂർണ. ഞങ്ങൾ SGHSS വാഴട്ടുപറമ്പ്. ടീം ഇ. ഞാൻ കൃഷ്ണവേണി. ഞാൻ അന്നപൂർണ. ഞങ്ങൾ GHSS പള്ളിക്കുന്നിൽ നിന്ന് വരുന്നു. റേഡിയോ ടീച്ചർ ക്യൂസ് മത്സരത്തിലൂടെ നമുക്ക് 2ാമത്തെ പുസ്തകമാണ് ഇന്ന് ഈ പരിപാടിയിൽ അവതരിപ്പിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം അതിന്റെ കണ്ടന്റ് വർക്കിംഗ് ഓഫ് ദ ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നത്, വിവരസഞ്ചയം ഒരു ആമുഖം, ഡാറ്റാബേസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, ചലിക്കും ചിത്രങ്ങൾ, മൂവിംഗ് ഇമേജസ്, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തക സംവിധാനം, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഇത്രയും പാഠങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് 3ാമത്തെ റൗണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓരോ ടീമുകളും തയ്യാറാണല്ലോ അല്ലെ? നമ്മൾ വിവര സഞ്ചയം ഒരാമുഖം എന്നുള്ള പാഠത്തിൽ തന്നെയാണ്, ഡാറ്റാബേസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള പാഠത്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ വീണ്ടും തുടങ്ങുന്നത്. ചോദ്യം: നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചത്, പ്രാക്ടിക്കൽ നിങ്ങൾ പഠിച്ചത് ഒരു ലൈബ്രറിക്ക് വേണ്ടുന്ന ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കാണ് അല്ലെ? ലൈബ്രറി പുസ്തകങ്ങളെ നൽകുന്നതിനും അത് റെക്കോർഡ് ചെയ്യുന്നതിനും അതുമായിട്ട് ബന്ധപ്പെടുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നതൊക്കെ ഉള്ള ഒരു ഡാറ്റാബേസ് ആണ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമുക്കതിൽ ബുക്ക് പേര്, ബുക്കിന്റെ നമ്പർ, പിന്നെ അതിന്റെ ഓഥറുടെ പേര്, പുസ്തക രചയിതാവിന്റെ പേര്, അല്ല അത് ഏത് വിഭാഗത്തിൽ പെടുന്നു തുടങ്ങിയിട്ടുള്ള വിവിധ കാറ്റഗറികൾ നമുക്ക് അതിൽ ചേർക്കേണ്ടതുണ്ട്. അതിനൊക്കെ നമ്മൾ ഫീൽഡ് കളിക്കാം. ഇതിന് ഓരോന്നും ഓരോ ഫീൽഡ് ടൈപ്പ്, അനുയോജ്യമായ ഫീൽഡ് ടൈപ്പ് കൂടി നമ്മൾ ചേർക്കേണ്ടതുണ്ട് അല്ലെ? ഇത്തരത്തിൽ ചേർക്കുമ്പോൾ എന്റെ ചോദ്യം, നമ്മൾ പുസ്തകങ്ങളുടെ വിലയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ, ഫീൽഡ് വിലയാണെങ്കിൽ അതിന്റെ ഫീൽഡ് ടൈപ്പ് എന്തായിരിക്കണം? വിലയാണ് ചേർക്കുന്നെങ്കിൽ ഫീൽഡ് ടൈപ്പ് എന്തായിരിക്കണം? സപ്പോസ് യു വാണ്ട് ടു എൻ്റർ ദ പ്രൈസ് ഓഫ് ബുക്സ് ഇൻ എ ഫീൽഡ് ഇൻ എ ഡാറ്റാബേസ്. വിച്ച് ഓഫ് ദ ഫീൽഡ് ഷുഡ് ബി സെലക്ടഡ് ഫോർ ദിസ് പർപ്പസ്? 4 ഓപ്ഷൻസ് പറയാം. നമ്പർ, ന്യൂമറിക്, ടെക്സ്റ്റ്, വാർചാർ, VAR അല്ലെ, വേരിയബിൾ ക്യാരക്ടർ അർത്ഥത്തിൽ, ഡെസിമൽ, മറ്റൊന്ന് ഡേറ്റ്. ഇതിൽ ഏത് ഫീൽഡ് ടൈപ്പ് ആണ് പ്രൈസ് ചേർക്കുന്നതിന്, തുക ചേർക്കുന്ന നമുക്ക് ആവശ്യം? ഡെസിമൽ. ഉത്തരം ഡെസിമൽ. ശരി ഉത്തരം. ടീം എ ചോദ്യത്തിന് ശരി ഉത്തരം നൽകിയിരിക്കുന്നു. 2 സ്കോർ നേടുന്നു. ടീം എക്ക് അഭിനന്ദനങ്ങൾ. ടീം ബി ചോദ്യം: ഒരു ഡാറ്റാബേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിലെ പട്ടികയിലാണ്, ടേബിളിലാണ് നമുക്ക് ഡാറ്റ ഉള്ളത്. ഓക്കെ, ഈ ടേബിളിൽ ഉള്ള ഡാറ്റയിൽ ടേബിളിലെ ഓരോ വരികൾക്കും ഓരോ പേരുണ്ട്. അതാണ് ചോദ്യം. ടേബിളിലെ ഓരോ വരികൾക്കും എന്ത് പേര് വിളിക്കുന്നു? ഡാറ്റാബേസിലെ പട്ടികയിലെ ഓരോ വരികളെയും എന്ത് പേരിലാണ് വിളിക്കുന്നത്? ചോദ്യം: ടേബിൾസ് ഇൻ എ ഡാറ്റാബേസ് കണ്ടെയ്ൻ ഡാറ്റ. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ഈച്ച് റോ ഓഫ് ദ ടേബിൾ ഇൻ എ ഡാറ്റാബേസ്? ഡാറ്റാബേസിലെ പട്ടികകളുടെ ആ ഒരു വരിക്ക് പറയുന്ന പേര്. ഈച്ച് റോ ഇൻ എ ടേബിൾ ഈസ് നോൺ ആസ്? ടീം ബി റെക്കോർഡ്. ശരി ഉത്തരാണ്. ടീം ബി 2 സ്കോർ നേടുന്നു.
അടുത്ത ചോദ്യം ടീം സി. നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഡാറ്റാബേസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഡാറ്റ എവിടെയാണ് ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, എവിടെയാണ് ഡാറ്റ ഉള്ളത്? ടേബിളിൽ അല്ലെങ്കിൽ പട്ടികയിൽ, അല്ലെ? പക്ഷെ ടേബിളിലേക്ക് നേരിട്ട് ഒരു വലിയ ഡാറ്റ കൊടുക്കാനുള്ളത് ഒരു പക്ഷേ അത്ര സുഖകരമായിട്ടുള്ള പ്രവർത്തനമല്ല. കാരണം പലപ്പോഴും തെറ്റുകൾ സംഭവിക്കും. അങ്ങനെയുള്ള എറർ ഒഴിവാക്കാൻ, തെറ്റുകൾ സംഭവിക്കുന്ന ഒഴിവാക്കാൻ നമ്മൾ ടേബിളിലേക്കല്ല നേരിട്ട് ഡാറ്റ നൽകുക. എവിടേക്കാണ്, ഏത് വഴിയാണ് നമ്മൾ ഈ ഡാറ്റ ടേബിളിലേക്ക് നൽകുന്നത്? ചോദ്യം വ്യക്തമായോ? ഒരു ഡാറ്റാബേസിൽ ടേബിളിലേക്ക് ഡാറ്റ നൽകുന്നതിന് എന്ത് സംവിധാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാട്ട് ടെക്നോളജി ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഫോർ ഡാറ്റ എൻട്രി? അതിൽ ഫോം ഉണ്ട്, റിപ്പോർട്ട് ഉണ്ട്, ടേബിൾ ഉണ്ട്, കൊറി ഉണ്ട്. ഫോം, റിപ്പോർട്ട്സ്, ടേബിൾസ്, കൊറീസ്, ഇതിൽ ഏതിലൂടെയാണ് ഡാറ്റ നൽകുന്നത്? ഫോം വഴിയാണോ, റിപ്പോർട്ട് വഴിയാണോ, ടേബിൾ വഴിയാണോ, കൊറീസ് വഴിയാണോ? ടീം സിയുടെ ഊഴമാണ്. ഓപ്ഷൻ എ ഫോം. ഓപ്ഷൻ എ ഫോം ശരി ഉത്തരം, അല്ലേ? നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോമിൽ നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ ചേർത്തിട്ട് അതിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ നേരിട്ട് ടേബിളിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ടേബിളിൽ നമ്മൾ നേരിട്ട് ഡാറ്റ എത്തിക്കുന്നില്ല, നേരിട്ട് ഡാറ്റ ടൈപ്പ് ചെയ്യുന്നില്ല, ഫോമിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റുകൾ വരാതെ ഡാറ്റ ചേർക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് എന്ത്? ഇത്തരം ഫോമുകൾ. ഡാറ്റാബേസ് തന്നെ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ തന്നെ ഇത്തരം ഫോമുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ടീം സി 2 സ്കോർ നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ഡിയോട് ചോദ്യം. നമ്മൾ ഡാറ്റാബേസ് തയ്യാറാക്കി, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഫോമിൽ നമ്മൾ കുറെ ഫീൽഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഫീൽഡ് നമ്മൾ ഡാറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫീൽഡിലേക്ക് നീങ്ങണം. സപ്പോസ് പേര് നമ്മൾ ടൈപ്പ് ചെയ്തു, പിന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ഫീൽഡിലേക്ക് നീങ്ങണം. അത് നീങ്ങാൻ, അവിടത്തേക്ക് മൂവ് ചെയ്യാൻ, നാവിഗേറ്റ് ചെയ്യാൻ കീബോർഡിൽ ഒരു കീ അമർത്തിയാൽ മതി. ഒരു ഫീൽഡിൽ നിന്ന് അടുത്ത ഫീൽഡിലേക്ക് പോകുന്നതിന് ഏത് കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വിച്ച് കീ ക്യാൻ ബി യൂസ്ഡ് ടു മൂവ് ഓർ ടു നാവിഗേറ്റ് ഫ്രം വൺ ഫീൽഡ് ടു അനദർ ഇൻ എ ഡാറ്റാബേസ് ഫോം? ഡാറ്റാബേസിന്റെ ഫോമിൽ ഒരു ഫീൽഡിൽ നിന്ന് അടുത്ത ഫീൽഡിലേക്കുള്ള നാവിഗേഷൻ ഏത് കീ വഴിയാണ്? ടീം ഡിയുടെ അവസരമാണ്. ഓപ്ഷൻസ് വേണം. പരീക്ഷയിൽ എന്തായാലും നിങ്ങൾക്കറിയാം, IT പരീക്ഷ രീതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആദ്യത്തെ തിയറി പരീക്ഷയ്ക്ക് നമുക്ക് 15 ചോദ്യങ്ങൾ ഉണ്ടാവും, അല്ലെ? ഈ 15 ചോദ്യങ്ങളും അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമാണ് ഉണ്ടാവുക. പിന്നീട് വരുന്ന 5 ചോദ്യങ്ങൾക്ക് 2 ഉത്തരം വീതം സെലക്ട് ചെയ്യാവുന്ന രൂപത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമാണ് നമ്മുടെ SLC IT പരീക്ഷ തിയറിയിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് അവിടെയും ലഭിക്കും. ഓപ്ഷൻസ് കൂടെ പരിചയപ്പെടുത്താം. ചോദ്യം, ഡാറ്റാബേസിലെ ഫോമിൽ നാവിഗേഷന് വേണ്ടി ഒരു ഫീൽഡിൽ നിന്ന് അടുത്തയിലേക്ക് നീങ്ങുന്നതിനുള്ള കീ ഏതാണ് എന്നുള്ളതാണ്. സ്പേസ് കീ, ടാബ് കീ, എന്റർ കീ, നെക്സ്റ്റ് ആരോ, ഇതിൽ ഏതാണ് നാവിഗേഷന് വേണ്ടി ഫോമിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം പറയാം. ഓപ്ഷൻ സ്പേസ് കീ, ടാബ് കീ, എന്റർ കീ, നെക്സ്റ്റ് ആരോ കീ. ടാബ് കീ. ഉത്തരം ടാബ് കീ, ശരി ഉത്തരം. ടാബ് കീ ആണ് നമ്മൾ നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഫീൽഡിൽ നിന്ന് അടുത്ത ഫീൽഡിലേക്ക് പോകുന്നതിന് ഫോമിലാണെങ്കിൽ ടാബ് കീ കൊടുത്താൽ മതി. ടാബ് ഞെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഫീൽഡിലേക്ക് മാറിപ്പോകും. ടീം ഡി 2 സ്കോർ നേടുന്നു. ടീം ഇ ചോദ്യം, ഒരു ഡാറ്റാബേസിൽ നമ്മൾ പറഞ്ഞ പട്ടികകളുണ്ട്. അതുപോലെ ആ പട്ടികയിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങളൊക്കെ നമുക്ക് പലതരത്തിൽ റിപ്പോർട്ടായിട്ടോ മറ്റു പല പ്രിന്റുകളായിട്ടോ ഒക്കെ നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റാബേസിലെ പട്ടികകളായിട്ട് നമ്മൾ സംവദിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഡാറ്റാബേസിലെ പട്ടികകളുമായി സംവദിക്കുന്നതിനുള്ള കൊറിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ കൊറി ഏത് ഭാഷയിലാണ് തയ്യാറാക്കുന്നത്? ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കൊറി ലാംഗ്വേജസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടേബിൾസ് ഇൻ എ ഡാറ്റാബേസ്? ഓപ്ഷൻസ് പറയാം. SQL, MySQL, C++, ജാവ. ഇതിൽ 2 ഉത്തരം ശരിയാണെന്ന് പറയാം. SQL, MySQL, C++, ജാവ. ടേബിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന കൊറി ഏത് ലാംഗ്വേജിലാണ്? ടീം ഇയുടെ അവസരമാണ്. ഓപ്ഷൻസ് ഒരിക്കൽ കൂടി. SQL, MySQL, C++, ജാവ. വിച്ച് ഓഫ് ദീസ് കൊറി ലാംഗ്വേജസ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടേബിൾസ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഉത്തരം MySQL, അല്ലെ? ഉത്തരം ശരിയാണ്. അവിടെ പിന്നെ ഒരു കാര്യം പറഞ്ഞു, എന്താണ്? അതിൽ 2 ഉത്തരം ശരിയാണെന്നുണ്ട്, അല്ലെ? മറ്റേ ഉത്തരം അത് ആർക്കും പറയാം. SQL ശരി ഉത്തരം. എല്ലാവരും ഒരുമിച്ച് ആഘോഷത്തോടെ പറഞ്ഞ ഉത്തരം കൂടിയാണിത്, അല്ലെ? SQL ഉം MySQL ഉം കൊറി ലാംഗ്വേജസ് ആണ്. ക്ലിയർ? കൊറി ലാംഗ്വേജസ് മറക്കണ്ട. SQL, MySQL. ടീം ഇക്ക് 2 സ്കോർ. അടുത്ത ചോദ്യം ടീം ഇക്ക് തന്നെയുള്ള അവസരമാണ്. ചോദ്യം, ലിബ്രെ ഓഫീസ് ബേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റാബേസ് തയ്യാറാക്കുന്നത് കരുതുക. ഒരു സ്ഥലത്തെ ആളുകളുടെയൊക്കെ വിവരങ്ങൾ സർവേ എടുത്തുകൊണ്ട് ഒരു ഡാറ്റാബേസ് തയ്യാറാക്കുകയാണ്. അവിടെ ആളുകളുടെ പേര് നമുക്ക് ചേർക്കണം, അവരുടെ വീടിന്റെ വിവരങ്ങൾ ചേർക്കണം, വീട്ടുപേര് ചേർക്കണം, അവിടെയുള്ള ആളുകളുടെ എണ്ണം ചേർക്കണം, അതുപോലെ റേഷൻ കാർഡിന്റെ നമ്പറൊക്കെ ചേർക്കണം. ഇങ്ങനെയുള്ള ഡാറ്റാബേസ് നമ്മൾ തയ്യാറാക്കുന്നത് കരുതുക. ഒരു സർവേ നടക്കുകയാണ്, അതിന്റെ ഡാറ്റാബേസ് തയ്യാറാക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം, ഇങ്ങനെ ഡാറ്റാബേസ് ചെയ്യുമ്പോൾ ഇതിൽ എന്താണ് പ്രൈമറി കീ ആയിട്ട് ഉപയോഗിക്കുക? ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റ നമ്മൾ പ്രൈമറി കീ ആയിട്ട് ഉപയോഗിച്ചാലേ പറ്റൂ. പ്രൈമറി കീ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ആ ഡാറ്റയെ മുഴുവൻ സോർട്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമത്. അപ്പൊ ചോദ്യം, റേഷൻ കാർഡ് നമ്പർ, നെയിം ഓഫ് ദ ഹൗസ്, പ്ലേസ് ഓഫ് ദ ഹൗസ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ഹൗസ്,
ഇതിൽ ഏതാണ് പ്രൈമറി കീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്സ് ക്യാൻ ബി സെറ്റ് ആസ് പ്രൈമറി കീ ഇൻ എ ഡാറ്റാബേസ് ബീങ് പ്രിപ്പയർഡ് യൂസിംഗ് ലിബ്രെ ഓഫീസ് ബേസ്? ഓപ്ഷൻസ് ഒരിക്കൽ കൂടി: റേഷൻ കാർഡ് നമ്പർ, നെയിം ഓഫ് ദ ഹൗസ്, പ്ലേസ് ഓഫ് ദ ഹൗസ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ഹൗസ്. ഓപ്ഷൻ എ റേഷൻ കാർഡ് റേഷൻ കാർഡ് നമ്പർ. ഓപ്ഷൻ എ റേഷൻ കാർഡ് നമ്പർ ആണ് നമുക്ക് പ്രൈമറി കീ ആയിട്ട് ഉപയോഗിക്കുക, അല്ലെ? എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു ഡാറ്റ നമ്മൾ പ്രൈമറി കീ ആയിട്ട് ഉപയോഗിക്കുന്നത്? യുണീക്ക് ആയിരിക്കണം അത്തരം കാര്യങ്ങൾ, അല്ലെ? മറ്റെവിടെ റിപ്പീറ്റ് ചെയ്യാത്ത യുണീക്ക് ആയിട്ടുള്ള ഒരു വാല്യൂ, അതിനാണ് നമ്മൾ എപ്പോഴും എന്ത് സെറ്റ് ചെയ്യുക? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ ടീം ഈ 2 സ്കോർ നേടുന്നു. ചോദ്യം ടീം ഡിയോടാണ്. നമുക്ക് ചില ഡാറ്റാബേസുകൾ വളരെ ബൃഹത്തായിട്ടുള്ളതാണ്, വളരെ വലുതാണ്. നിങ്ങൾ പുസ്തകത്തിന് ഒരു ഉദാഹരണം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആധാർ വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ഒരു വിവരമായിരിക്കും. അപ്പൊ അത്തരത്തിലൊരു വിവരത്തെ നമുക്ക് പരമ്പരാഗത ഡാറ്റ മാനേജ്മെന്റ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശകലനം ചെയ്യാനോ അത് ഏതെങ്കിലും തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യാനോ നമുക്ക് സാധിക്കില്ല, വലിയ പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വലിയ ഡാറ്റ സെറ്റുകളുടെ വോള്യത്തെ വിവരിക്കാൻ, ബൃഹത്തായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഇത്തരം ഡാറ്റകളെ വിവരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ഏതാണ് ആ വാക്ക്? വലിയ ഡാറ്റകളെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? വാട്ട് ഈസ് ദ ടേം കോമൺലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ലാർജ് വോള്യൂംസ് ഓഫ് ഡൈവേഴ്സ് ആൻഡ് കോംപ്ലക്സ് ഡാറ്റ സെറ്റ്സ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു അനലൈസ് യൂസിംഗ് ട്രഡീഷണൽ ഡാറ്റ മാനേജ്മെന്റ് ടൂൾസ്? ഓപ്ഷൻസ് ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണത്. ബിഗ് ഡാറ്റ. ഉത്തരം ബിഗ് ഡാറ്റ. ശരി ഉത്തരം. ടീം ഡി വളരെ പെട്ടെന്ന് തന്നെ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. 2 സ്കോർ അവർ ഈ ചോദ്യത്തിന് നേടുന്നു. അടുത്ത ചോദ്യം ടീം സിയോട്, അല്ലെ? ടീം സിക്കുള്ള ചോദ്യം. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഡാറ്റാബേസിൽ ടേബിൾ ഉണ്ട്, കൊറി ഉണ്ട്, റിപ്പോർട്ട് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രതികരണങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ചില കണ്ടീഷൻസ് അങ്ങോട്ടേക്ക് കൊടുക്കും. ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ, നമുക്ക് ആവശ്യമുള്ള പ്രത്യേകമായിട്ടുള്ള വിശകലനങ്ങൾ ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ ഡാറ്റയിലേക്ക് ചില ചോദ്യങ്ങൾ, ചില കണ്ടീഷൻസ് ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുക. ഇത്തരം കണ്ടീഷൻസിനെ വിളിക്കുന്ന പേരെന്ത്? ഡാറ്റയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇത്തരം ചോദ്യങ്ങളെ, ഇത്തരം നിഷ്കർഷകളെ എന്ത് പേരിൽ വിളിക്കുന്നു? The data can be obtained from database by specifying the conditions of the data. Such conditions given to database are referred to as 4 ഓപ്ഷൻസ്: ടേബിള്, കൊറി, റിപ്പോർട്ട്, റെക്കോർഡ്. ഇതിലെന്താണ് നമ്മൾ ഡാറ്റാബേസിലെ ഡാറ്റയിലേക്ക് നൽകുന്നത്? ഒരു പ്രത്യേക പ്രതികരണം, ഒരു പ്രത്യേക ഉത്തരം, ഒരു പ്രത്യേക റിപ്പോർട്ടും ഒക്കെ ലഭിക്കുന്നതിന് ഈ ഒരു സംഗതി നമ്മൾ ഡാറ്റാബേസിലെ ഡാറ്റയൊക്കെ നൽകേണ്ടതുണ്ട്. ഏതുപയോഗിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ തയ്യാറാക്കുന്നത്? കണ്ടീഷൻസ് ഗിവൺ ടു ഡാറ്റ ആർ കോൾഡ് റെക്കോർഡ്. കണ്ടീഷൻസ് ഗിവൺ ടു ഡാറ്റ. ഡാറ്റയിലേക്ക് കൊടുക്കുന്ന ഉത്തരം തെറ്റിപ്പോയി. ടീം സി പറഞ്ഞ ഉത്തരം ശരിയല്ല. ടീം ബിയിലേക്ക് പാസ് ചെയ്യുന്നു. ക്വറി. ഉത്തരം കൊറിയാണ് ശരി ഉത്തരം. ടീം ബി കൊറിയാണ് ശരി ഉത്തരം. ഡാറ്റാബേസിലെ ഡാറ്റയിൽ നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ടുകളാവട്ടെ, നമുക്ക് ആവശ്യമുള്ള വിശകലനങ്ങളാവട്ടെ, അനലിറ്റിക് ആയിട്ടുള്ള മറ്റു വിവരങ്ങളൊക്കെ ഇതൊക്കെ കിട്ടണമെന്നും ഒരു കൊറി സെറ്റ് ചെയ്യണം. ആ കൊറികൾക്ക് അനുസരിച്ചാണ് നമുക്ക് റിപ്പോർട്ട് ലഭിക്കുക, അല്ലെ? ഡാറ്റാബേസിലെ കമ്പൈൻ ചെയ്യാനോ ഡാറ്റാബേസിലെ മോഡിഫൈ ചെയ്യാനോ ഒക്കെ നമുക്ക് ഇത്തരത്തിലെ കൊറി ഉപയോഗിക്കാം. കൊറിയുടെ ഭാഷ നമ്മൾ നേരത്തെ പറഞ്ഞു, എസ്ക്യൂലും MySQL കൊറിയുടെ ഭാഷകളാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടീം ബിക്ക് 1 സ്കോർ ലഭിക്കുന്നു. ടീം ബിയോടാണ് അടുത്ത ചോദ്യം. ചില സോഫ്റ്റ്വെയറുടെ പേര് ഞാൻ പറയാം. ഈ സോഫ്റ്റ്വെയർ എന്ത് ആവശ്യത്തിനുള്ള സോഫ്റ്റ്വെയർ ആണെന്നാണ് പറയേണ്ടത്. ഓപ്ഷൻസും പറയാം. ഓക്കെ, കോഹ, ഒപ്പാൽസ്, L4U, എവർഗ്രീൻ, അലക്സാൻഡ്രിയ. ഇതൊക്കെ ചില സോഫ്റ്റ്വെയറുകളുടെ പേരാണ്. ഈ സോഫ്റ്റ്വെയറുകൾ എന്ത് ആവശ്യത്തിലാണ് ഉപയോഗിക്കുന്നത്? സോഫ്റ്റ്വെയർസ് ലൈക്ക് കോഹ, ഒപ്പാൽസ്, L4U, എവർഗ്രീൻ ആൻഡ് അലക്സാൻഡ്രിയ ആർ യൂസ്ഡ് commonly for what purpose or for what function? Options: library management, database management, data analysis, financial accounting. ലൈബ്രറി മാനേജ്മെന്റ്. ലൈബ്രറി മാനേജ്മെന്റ് പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, ഈ ടീമിന് നമുക്ക് 2 മാർക്ക് ഈ ഒരു ചോദ്യത്തിൽ നൽകാം. അടുത്ത ചോദ്യം ടീം എയോടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ അവിടെ ചോദിച്ചതുപോലെ 2 സോഫ്റ്റ്വെയറിന്റെ പേര് പറയാം. ആ സോഫ്റ്റ്വെയർ എന്തിനാണെന്നാണ് നിങ്ങളും പറയേണ്ടത്. ഓക്കെ, സോഫ്റ്റ്വെയറിന്റെ പേര് ഒന്ന് ഹഡൂപ്പ്, HADOOP, ഹഡൂപ്പ്. മറ്റൊന്ന് അപ്പാഷെ സ്പാർക്ക്. ഹഡൂപ്പ്, അപ്പാഷെ സ്പാർക്ക്. ഈ 2 സോഫ്റ്റ്വെയറുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഫോർ വാട്ട് പേർപ്പസ് ആർ ഹഡൂപ്പ് ആൻഡ് അപ്പാഷെ സ്പാർക്ക് ആർ യൂസ്ഡ്? ഓപ്ഷൻസ് പറയാം. ഫിനാൻഷ്യൽ അനാലിസിസ്, ബഡ്ജറ്റ് പ്ലാനിംഗ്, ഡാറ്റാബേസ് ക്രിയേഷൻ, ബിഗ് ഡാറ്റ അനാലിസിസ്. ഇതിൽ ഏതിനാണ് ഹഡൂപ്പും അപ്പാഷെ സ്പാർക്കൊക്കെ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, ബിഗ് ഡാറ്റ അനാലിസിസ് ആണ് ഓപ്ഷൻ ഡി, അല്ലെ?
ഉത്തരം മറ്റുള്ള കൂട്ടിൽ പറയൂ. ഉത്തരം ശരിയാണോ തെറ്റാണോ? ഹഡൂബ്, അപ്പാഷെ സ്പാർക്ക്. എന്താ ഉത്തരം? ശരിയാണല്ലേ. ബിഗ് ഡാറ്റ അനാലിസിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഹഡൂബും അപ്പാഷെ സ്പാർക്കും. മറക്കല്ലേ. ഓക്കെ, അപ്പോ ടീം എ 2 സ്കോർ നേടുന്നു. ഒരു റൗണ്ട് കൂടി നമ്മൾ പൂർത്തിയാവാണ് അല്ലെ. വളരെ ആവേശകരമായ മത്സരമായിരുന്നു. എല്ലാവരും നല്ല താല്പര്യത്തോടെ ചോദ്യങ്ങൾ കേൾക്കുകയും വളരെ ആലോചിച്ചുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റൗണ്ടിലെ വിവിധ ടീമുകൾ നേടിയിട്ടുള്ള സ്കോർ പ്രഖ്യാപിക്കുന്നു. ടീം എ 4 സ്കോർ, ടീം ബി 5 സ്കോർ, ടീം സി 2 സ്കോർ, ടീം ഡി 4 സ്കോർ, ടീം ഇ 4 സ്കോർ. നോക്കൂ, ഒപ്പത്തിനൊപ്പമാണ് ഒട്ടുമിക്കവാറും ടീമുകൾ അല്ലെ. 4 സ്കോർ നേടിയിട്ടുണ്ട്. ടീം ബി 5 സ്കോർ നേടിയിട്ടുണ്ട്. ടീം സി ഒന്നുകൂടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. ഓക്കെ, SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. നാലാമത്തെ റൗണ്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പുതിയ ചോദ്യങ്ങൾ, പുതിയ ഉത്തരങ്ങൾ, 4ാം റൗണ്ട്. ഓക്കെ, ആരംഭിക്കുന്നു. ഈ റൗണ്ടിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ ആനിമേഷൻ സോഫ്റ്റ്വെയർ, നമ്മൾ പഠിക്കുന്ന ആനിമേഷൻ സോഫ്റ്റ്വെയർ ഏതാ? സിൻഫിക് സ്റ്റുഡിയോ അല്ലെ. ഈ സിൻഫിക് സ്റ്റുഡിയോ എന്നുള്ള മനോഹരമായിട്ടുള്ള ആനിമേഷൻ സോഫ്റ്റ്വെയറിന്റെ പ്രയോഗമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. സിൻഫിക് സ്റ്റുഡിയോയുടെ ഫയലിന്റെ തനത് ഫോർമാറ്റ് എന്താണ്? സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിന്റെ തനത് ഫയൽ ഫോർമാറ്റ് എന്താണ്? വാട്ട് ഈസ് ദ നേറ്റീവ് ഫയൽ ഫോർമാറ്റ് ഓഫ് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ? ഓപ്ഷൻസ് .svg, b.flv, c.sifz, d.xcf. ആ പ്രൊജക്ട് എന്തായിട്ടാണ് സേവ് ചെയ്യുക? ഓപ്ഷൻ സി. ഓപ്ഷൻ സി .sifz അല്ലെ. ഇതാണ് സിൻഫിക് സ്റ്റുഡിയോയിലത്തെ ഫയലിന്റെ തനത് ഫോർമാറ്റ്. അവർ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എ 2 സ്കോർ നേടുന്നു. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം ബി. റെഡി അല്ലെ. എളുപ്പമുള്ള ചോദ്യമാണ്. സിൻഫിക് സ്റ്റുഡിയോയില് നിങ്ങൾ ഫയലൊക്കെ തയ്യാറാക്കിയല്ലേ, ആനിമേഷനൊക്കെ ഉണ്ടാക്കിയല്ലേ, മൂവിയൊക്കെ ഉണ്ടാക്കിയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യം വളരെ എളുപ്പമാണ്, ഉത്തരവും വളരെ എളുപ്പമാണ്. സിൻഫിക് സ്റ്റുഡിയോയിൽ തയ്യാറാക്കുന്ന ഒരു ആനിമേഷനെ നമ്മൾ MP4 ആയിട്ടോ ഒക്കെ മാറ്റാനുണ്ട് അല്ലെ. MP4 ഫയലാക്കി മാറ്റാൻ നമ്മൾ എന്ത് സങ്കേതമാണ് ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻസ് ഞാൻ പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് ഷുഡ് ബി യൂസ്ഡ് ടു കൺവേർട്ട് ആൻ ആനിമേഷൻ ക്രിയേറ്റഡ് ഇൻ സിൻഫിക് സ്റ്റുഡിയോ ടു MP4 ഫയൽ? ഓപ്ഷൻസ് എ സേവ്, ബി റിവേർട്ട്, സി ഇമ്പോർട്ട്, ഡി റെൻഡർ. ഉത്തരം റെൻഡർ ശരി ഉത്തരം അല്ലേ. നമ്മൾ ഏത് ഇത്തരത്തിലുള്ള ആനിമേഷൻ സോഫ്റ്റ്വെയറുകളായാലും റെൻഡർ എന്നുള്ള ഒരു സങ്കേതം വഴിയാണ് നമ്മൾ അതിനെ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് മാറ്റുന്നത്. MP4 ആയിട്ടോ FLV ഒക്കെ മാറ്റുന്നത് റെൻഡർ വഴിയാണ്. ടീം ബിയുടെ ശരി ഉത്തരത്തിന് അഭിനന്ദനങ്ങൾ. 2 സ്കോർ. ടീം സി. നമ്മൾ സിൻഫിക് സ്റ്റുഡിയോയിലേക്ക് ചിത്രങ്ങൾ ചേർക്കാറുണ്ട് അല്ലെ. ഇങ്ങനെ ചിത്രങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ PNG ഫോർമാറ്റിലെ ചിത്രം ചേർക്കുന്നത് കരുതുക. ചോദ്യം, PNG ഫോർമാറ്റിലെ ചിത്രങ്ങൾ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലേക്ക് ഉൾപ്പെടുത്താൻ ഏത് മാർഗമാണ് ഉപയോഗിക്കുക? ഓപ്ഷൻസ് നൽകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഇമ്പോർട്ട് ഇമേജസ് ഇൻ PNG ഫോർമാറ്റ് into സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ? എ ഫയൽ ഓപ്പൺ, ബി ഫയൽ ഇമ്പോർട്ട്, സി ഇൻസേർട്ട് ഇമേജ്, ഡി ഇൻസേർട്ട് ബിറ്റ് മാപ്പ്. ശ്രദ്ധിക്കുക, നമുക്ക് PNG ഫയല്, PNG ചിത്രങ്ങളെ സിൻഫിക് സ്റ്റുഡിയോന്റെ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരണം. എന്താണ് ഉപയോഗിക്കുക? ഓപ്ഷൻസ് ഒന്ന് ഓടിത്തരോ? ഫയൽ ഓപ്പൺ, ഫയൽ ഇമ്പോർട്ട്, ഇൻസേർട്ട് ഇമേജ്, ഇൻസേർട്ട് ബിറ്റ് മാപ്പ്. ഇൻസേർട്ട് ഇമേജ്. ഇൻസേർട്ട് ഇമേജ് എന്നവർ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ചോദ്യം ഡി ടീമിന് കൈമാറുന്നു. ഫയൽ ഇമ്പോർട്ട്. ഫയൽ ഇമ്പോർട്ട്. ആ ചോദ്യത്തിൽ തന്നെ അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു, ഹൗ ടു ഇമ്പോർട്ട് എന്നാണ് ചോദിച്ച ചോദ്യവും അല്ലേ. ഫയൽ ഇമ്പോർട്ടാണ്. അത് നമ്മൾ ഇതിലേക്ക് സിൻഫിക് സ്റ്റുഡിയോക്ക് ഫയൽ ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുത്താൽ അതിലെ സിൻഫിക്കിന്റെ പ്രൊജക്ട് ഫയലാണ് ഓപ്പൺ ആവുക. പുതിയ ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ അവിടെ ഇമ്പോർട്ടാണ് വേണ്ടത്. ഓക്കെ, ടീം ഡിക്ക് 1 സ്കോർ ലഭിക്കുന്നു. പാസ് ചെയ്തു വന്ന ചോദ്യമായതുകൊണ്ട് 1 സ്കോർ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിക്ക് തന്നെയുള്ള അവസരമാണ്. സിൻഫിക് സ്റ്റുഡിയോ ഉപയോഗിച്ച് ആനിമേഷൻ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാനും അതിന്റെ ഹാൻഡിലുകളെ നിയന്ത്രിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു സെലക്ട് ഒബ്ജക്ട്സ് ആൻഡ് കൺട്രോൾ ദെയർ ഹാൻഡിൽസ് വൈൽ ആനിമേറ്റിംഗ് വിത്ത് സിൻഫിക് സ്റ്റുഡിയോ? ഓപ്ഷൻസ് ട്രാൻസ്ഫോം ടൂള്, സ്മൂത്ത് മൂവ് ടൂള്, സി ഫിൽ ടൂള്, ഡി റെക്ടാംഗിൾ ടൂള്. ട്രാൻസ്ഫോം ടൂൾ എന്ന ഉത്തരം ശരിയാണ്. എ ട്രാൻസ്ഫോം ടൂൾ ആണ് ശരിയായ ഉത്തരം. ടീം എ 2 സ്കോർ. നമ്മൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ട്രാൻസ്ഫോം ടൂൾ വെച്ചാണ് അല്ലേ. ശരിക്കും സെലക്ട് ടൂൾ എന്നാണ് പേര് വേണ്ടത്, പക്ഷെ ഇവിടെ ട്രാൻസ്ഫോം ടൂൾ എന്നാണ് അതിന്റെ പേര്. സെലക്ട് ചെയ്യാം, അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം, അതിന്റെ സൈസ് ഒക്കെ മാറ്റം വരുത്താം. ട്രാൻസ്ഫോം ടൂൾ ആണ് അതിന്റെ പേര്. ഗുഡ്.
അടുത്ത ചോദ്യം ടീം ഇയോട്. സിൻഫി സ്റ്റുഡിയോയില് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിന് ഒരു ഗ്രേഡിയന്റ് നിറം കൊടുക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള നിറം ചേർക്കുന്നത് ഗ്രേഡിയന്റ് നിറം ചേർത്താല് അത് എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം, ഇത്തരം ചേർക്കപ്പെട്ട ഒരു ഗ്രേഡിയന്റ് എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏത് പാനലിലാണ് ഉള്ളത്? ഓക്കെ, സിൻഫി സ്റ്റുഡിയോയില് പശ്ചാത്തലത്തിൽ നൽകിയ ഗ്രേഡിയന്റ് നിറം എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏത് പാനലിലാണ് ഉള്ളത്? ലേയേഴ്സ് പാനലാണോ, ടൈം ട്രാക്ക് പാനലാണോ, പാരാമീറ്റേഴ്സ് പാനലാണോ, ക്യാൻവാസ് പ്രോപ്പർട്ടീസ് പാനലാണോ? വെർ ഈസ് ദ ഫെസിലിറ്റി ടു എഡിറ്റ് ദ ഗ്രേഡിയന്റ് കളർ given to background in Synfig Studio? Options once more: A. Layers panel, B. Time track panel, C. Parameters panel, D. Canvas properties. ഈ ചോദ്യത്തിന് ഉത്തരം ടീം ഇക്ക് പറയാം. ഓപ്ഷൻ സി പാരാമീറ്റർ പാനൽ. ശരി ഉത്തരാണ്. അവർ പറഞ്ഞത് പാരാമീറ്റേഴ്സ് പാനൽ എന്നാണ് ശരി ഉത്തരം. 2 സ്കോർ. അടുത്ത ചോദ്യം ടീം ഇക്കുള്ള ചോദ്യം തന്നെയാണ്. ഓക്കെ, റെഡി ആണല്ലോ? നമ്മൾ ആനിമേഷൻ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നുള്ളത്. ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിം വെച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ചോദ്യം: സിൻഫി സ്റ്റുഡിയോയില് ഫ്രെയിംസ് പെർ സെക്കൻഡ് മാറ്റുന്നതിന് ഏത് ജാലകത്തിലാണ് സൗകര്യമുള്ളത്? ഇൻ വിച്ച് വിൻഡോ യു ക്യാൻ ചേഞ്ച് ദ ഫ്രെയിംസ് പെർ സെക്കൻഡ് ഇൻ സിൻഫി സ്റ്റുഡിയോ? ഓപ്ഷൻസ് നേരത്തെ പറഞ്ഞ തന്നെയാണ്. ലേയേഴ്സ് പാനല്, ടൈം ട്രാക്ക് പാനല്, പാരാമീറ്റേഴ്സ് പാനല്, ക്യാൻവാസ് പ്രോപ്പർട്ടീസ്. ക്യാൻവാസ് പ്രോപ്പർട്ടീസ്. ശരി ഉത്തരം ക്യാൻവാസ് പ്രോപ്പർട്ടീസ്. ക്യാൻവാസ് പ്രോപ്പർട്ടീസിലാണ് നമുക്ക് ഫ്രെയിംസ് പെർ സെക്കൻഡ് മാറ്റാൻ വേണ്ടി സാധിക്കുക. ശരി ഉത്തരം. 2 സ്കോർ. അടുത്ത ചോദ്യം ടീം ഡിയോട്. ചോദ്യം: നമ്മൾ സിൻഫിക് സ്റ്റുഡിയോയില് കീ ഫ്രെയിമുകൾ നിശ്ചയിച്ചാൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കീ ഫ്രെയിം നമ്മൾ ചെയ്തു, ഇവിടെ കുറെ കഴിഞ്ഞ് മറ്റൊരു കീ ഫ്രെയിം ചെയ്താൽ ഇതിന്റെ ഇടയിലുള്ള ഫ്രെയിമുകളെ നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പൂർത്തിയാക്കും, അല്ലെ? ഒരു ചലനം നമുക്ക് വളരെ സ്വാഭാവികമായി ചെയ്യുന്നതിന്, അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതൊക്കെയുള്ള ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള സംവിധാനമാണിത്. ഈ സംവിധാനത്തിൽ പറയുന്ന പേരെന്ത്? ഞാൻ ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. സിൻഫി സ്റ്റുഡിയോയില് കീ ഫ്രെയിമുകൾ നിശ്ചയിച്ചാൽ അവയ്ക്കിടയിലെ ഫ്രെയിമുകളെ സോഫ്റ്റ്വെയർ സ്വയം പൂർത്തിയാക്കുന്ന സങ്കേതത്തിന് പറയുന്ന പേരെന്ത്? What is the name of the technique where the software automatically completes the frames between key frames in Synfig Studio? Options കൂടെ തരുന്നുണ്ട്. റെൻഡറിങ്, അത് എ ഓപ്ഷൻ ആണ്. ബി ട്യൂണിങ്, സി ഇൻസേർട്ടിങ്, ഡി എക്സ്പോർട്ടിങ്. ട്യൂണിങ് ശരി ഉത്തരാണ്. ട്യൂണിങ് എന്നുള്ളത് ആനിമേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ആണ്. 2 ദൂരത്തിലുള്ള ഫ്രെയിമുകളെ, ആ കീ ഫ്രെയിമുകളെ ഒരേ താളത്തിൽ പൂർണ്ണമാക്കാൻ കമ്പ്യൂട്ടറിന് സാധിക്കുന്ന ആ ഒരു ടെക്നിക്ക് നമ്മൾ എന്ത് വിളിക്കുക? ട്യൂണിങ് വിളിക്കുക. ആനിമേഷൻ ചെയ്യുന്നതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ട്യൂണിങ്. ടീം ഡിക്ക് 2 സ്കോർ. ടീം സി തയ്യാറാണ്. ടീം സിക്കുള്ള ചോദ്യം: സിൻഫി സ്റ്റുഡിയോയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആനിമേഷനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു മൂവിയായിട്ട് എക്സ്പോർട്ട് ചെയ്യും. ഞാൻ ചില ഓപ്ഷൻസ് പറയാം. ഇതിൽ ഏതാണ് നമുക്ക് സിൻഫി സ്റ്റുഡിയോയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാവുന്ന മൂവി ഫോർമാറ്റ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. സിൻഫി സ്റ്റുഡിയോ തയ്യാറാക്കിയിട്ടുള്ള ആനിമേഷൻ എക്സ്പോർട്ട് ചെയ്യാവുന്ന ചലച്ചിത്ര ഫോർമാറ്റ് ഇനി പറയുന്നതിൽ ഏതാണ്? .jpg, .svg, .png, .flv. Which of the following is the video format in which animation created in Synfig Studio can be exported? .jpg, .svg, .png, .flv. മൂവി എക്സ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. .svg. മോനെ തെറ്റാണ് ആ ഉത്തരം. .svg ചിത്രമാണ് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചോദ്യം ടീം ബിക്ക് കൈമാറാം, അല്ലെ? ടീം ബി .flv ആണ്. അതിൽ ഞാൻ തന്നിരിക്കുന്നതിൽ 4 ഫോർമാറ്റുകളിൽ ഒന്ന് മാത്രമാണ് മൂവി ഫോർമാറ്റ് ഉള്ളത്. .jpg ചിത്രമാണ്. .svg ചിത്രം തന്നെയാണ്. വെക്ടർ രൂപത്തിലുള്ള ചിത്രങ്ങളാണ് .svg ആയിട്ട് നമുക്ക് ലഭിക്കുക. PNG എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഇമേജ് ആണ് PNG ഫോർമാറ്റ് ഉണ്ടാവുക. ഇപ്പോൾ .flv മാത്രമാണ് അതിൽ മൂവി ഫോർമാറ്റ് ഉള്ളത്. ഇപ്പൊ ശരി ഉത്തരം .flv. ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ചോദ്യമാണ്. അത്തരത്തിൽ അവസരം ഉപയോഗിച്ച ടീം ബിക്ക് 1 സ്കോർ ലഭിക്കുന്നു. ചോദ്യം ടീം ബിയോട് തന്നെ. ഓക്കെ, നമ്മൾ നേരത്തെ ഫ്രെയിം പെർ സെക്കൻഡ് പറഞ്ഞു, അല്ലെ? ചുരുക്കിയിട്ട് എന്താ വിളിക്കുക? FPS, അല്ലെ? ഒരു ചലച്ചിത്രത്തിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകൾ നീങ്ങണം എന്നുള്ളതാണ് നമ്മൾ FPS എന്നതിനെ കൊണ്ട് രേഖപ്പെടുത്തുന്നത്. ഒരു പുതിയ ഫയൽ തുറക്കുമ്പോൾ, സിൻഫി സ്റ്റുഡിയോ നമ്മൾ പുതിയ ഫയൽ തുറക്കുമ്പോൾ ഡീഫാൾട്ട് ആയിട്ട് വരുന്ന FPS എത്രയാണെന്നാണ് ചോദ്യം. ദ നമ്പർ ഓഫ് ഫ്രെയിംസ് displayed per second in a motion picture is denoted as FPS. What is the default FPS when opening a new file in Synfig Studio? Answer 24. ശരി ഉത്തരം 24. ഡീഫാൾട്ട് ആയിട്ട് നമ്മൾ ഫയൽ തുറക്കുമ്പോൾ സിൻഫി സ്റ്റുഡിയോ കൊടുക്കുന്ന അതിൽ ലഭിക്കുന്ന ഫ്രെയിം പെർ സെക്കൻഡ് എത്രയാ? 24. എല്ലാവരും പഠിച്ചോളൂ, അല്ലെ? 24 ആണ് ശരി ഉത്തരം. ടീം ബിക്ക് 2 സ്കോർ കൂടി ലഭിക്കുന്നു.
ടീം എയുടെ അവസരമാണ്. എളുപ്പമുള്ള ചോദ്യം. സിൻഫി സ്റ്റുഡിയോ നമ്മൾ വളരെ ആസ്വദിച്ച് ഉപയോഗിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ്. നല്ല ധാരാളം ആനിമേഷനുകൾ നിങ്ങൾ അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആനിമേഷൻ ചെയ്യുന്നവർക്ക്, മൂവിയിലൊക്കെ താല്പര്യമുള്ളവർക്ക്, കാർട്ടൂണൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വളരെയേറെ സഹായകരമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സിൻഫി സ്റ്റുഡിയോ. ചോദ്യം: ആരാണ് സിൻഫി സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ നിർമ്മിച്ചത്? ദ സോഫ്റ്റ്വെയർ സിൻഫി സ്റ്റുഡിയോ വാസ് ക്രിയേറ്റഡ് ബൈ. പാഠപുസ്തകത്തിൽ തുടക്കം തന്നെ ആ ഒരു പേര് പറഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് ഓപ്ഷൻ ഒന്നുമില്ല. റോബർട്ട് ബി ക്വാറ്റിൽബാൺ. ശരി ഉത്തരമാണ്. റോബർട്ട് ബി ക്വാറ്റിൽബാൺ ആണ് സിൻഫി സ്റ്റുഡിയോ എന്നുള്ള നമ്മുടെ ഈ വളരെ ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ നിർമ്മിച്ചത്. ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികൾ ആ ഉത്തരം ഓർമ്മിച്ച് പറഞ്ഞിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. ടീം എക്ക് 2 സ്കോർ. ഓക്കെ, ഏതായാലും നല്ല താല്പര്യത്തോടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വരാനിരിക്കുന്ന പരീക്ഷയിൽ വലിയ ഭാവിയുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം. ഈ ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ 4 റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ 4ാമത്തെ റൗണ്ടിലെ മാത്രം സ്കോർ നമുക്കൊന്ന് പരിശോധിക്കാം. 4ാം റൗണ്ടിൽ ടീം എ 4 സ്കോറാണ് നേടിയിട്ടുള്ളത്. 4ാം റൗണ്ടിലെ ചോദ്യങ്ങൾക്ക് ടീം ബി 5 സ്കോർ നേടിയിട്ടുണ്ട്. ടീം സി സ്കോറുകൾ നേടിയിട്ടില്ല. ടീം ഡി 5 സ്കോർ നേടിയിട്ടുണ്ട്. ടീം ഇ 4 സ്കോർ. ഇനി നമ്മൾ ഇതുവരെ നടന്ന മൊത്തം ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എല്ലാ റൗണ്ടുകളിലെയും ആകെയുള്ള സ്കോറുകൾ ഒരുമിച്ച് ചേർത്താൽ നമുക്ക് ടീം എക്ക് ലഭിച്ചിരിക്കുന്നത് 13 സ്കോറാണ്. ടീം ബി ആകെ ലഭിച്ചിരിക്കുന്ന സ്കോർ 19. ടീം സി ആകെ 4 സ്കോർ നേടിയിരിക്കുന്നു. ടീം ഡി 18 സ്കോർ. ടീം ഇ 14 സ്കോർ നേടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം ഇവിടെ ടീം ബിയും ടീം ഡിയും ഒപ്പത്തിനൊപ്പാണ്. ടീം ബി 19 സ്കോർ നേടിക്കൊണ്ട് ഒരു പടി മുന്നിലാണ്. ടീം ഡി 18 സ്കോർ നേടിക്കൊണ്ട് തൊട്ട് പിന്നിലുണ്ട്. ഇപ്പൊ നല്ല ഒരു മത്സരമാണ് പങ്കെടുക്കുന്ന കുട്ടികൾ കാഴ്ചവെക്കുന്നു. ഒപ്പം മറ്റെല്ലാ കുട്ടികളും ചോദ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നേറുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി പ്രശ്നോത്തരി തുടർന്ന് കേൾക്കാം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.